പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നവംബർ മാസത്തിൻ്റെ 7-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചിന്തകൾ ആരംഭിക്കാം. സ്വർഗീയ പിതാവേ, ഈ നവംബർ മാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായി മരിച്ചുപോയിട്ടുള്ള എല്ലാ ആത്മാക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ചും ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കളെ കർത്താവെ അങ്ങയുടെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും പ്രകാശത്തിൽ നിന്നും അകലെയായിരിക്കുന്ന ഈ ആത്മാക്കളെ എളിയവരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് അവരുടെ കുറവുകൾ പരിഹരിച്ച് പ്രകാശത്തിന്റെ നാട്ടിലേക്ക് അവരെ ആനയിക്കണമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം അപ്രതീക്ഷിതമായിട്ട് മരിച്ചുപോയ ആളുകൾ, അവർക്ക് വേണ്ടി നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിനെ കുറിച്ചാണ്. മിക്കവാറും ആളുകൾ ഈ ധ്യാനയന്ത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ചില ധ്യാനങ്ങൾക്കൊക്കെ ആൾക്കാർ വരുമ്പോൾ സംസാരിക്കുക ഒരു ഒത്തിരി സങ്കടത്തോടെ പറയാറുണ്ട്, അച്ഛാ ഞങ്ങൾ ഈ ധ്യാനത്തിന് വന്നത് തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പൻ അല്ലെങ്കിൽ സഹോദരൻ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലാണ് മരിച്ചത്. അവരെ കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ട് അച്ഛാ, കാരണം അവർക്ക് ഒരുങ്ങാനൊന്നും സാധിച്ചില്ല, അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായ മരണമാണ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കള്ളൻ എപ്പോഴാണ് വരുന്നതെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം, ഒരുക്കത്തോടുകൂടി ഇരിക്കുക എന്നതാണ് ഈ വചനത്തിന്റെ അർത്ഥം. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ഒരുക്കത്തിന്റെ ജീവിതമാണ്. ഓരോ നിമിഷവും നമ്മൾ പ്രതീക്ഷയോടുകൂടെ ഒരുക്കത്തോടുകൂടെ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് നമ്മുടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മരണം എന്നുള്ളത് ഒരു സുനിശ്ചിതമായ കാര്യമാണ്. അത് ക്രിസ്തീയ ജീവിതമാണെങ്കിലും ഏത് ജീവിതമാണെങ്കിലും മരണം നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് കടന്നു വരും. എങ്കിലും എല്ലാവർക്കും നന്നായി ഒരുങ്ങി കൃപാവരത്തിൽ മരിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. ഇപ്രകാരം മരിച്ചു പോയിട്ടുള്ള ആത്മാക്കളെ നമുക്ക് ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മൾ ഇപ്രകാരം ഓരോരോ മേഖലകളില് പ്രത്യേകിച്ചും പ്രാർത്ഥന ആവശ്യമായിട്ടുള്ള ആത്മാക്കളെ ഓർക്കുമ്പോൾ ഇങ്ങനെ സാഹചര്യങ്ങൾ കടന്നു പോയിട്ടുള്ള മരിച്ചു പോയിട്ടുള്ള ആത്മാക്കളെ നമുക്ക് ദൈവത്തിരുക്കരങ്ങളിൽ കരുണയ്ക്കായിട്ട് സമർപ്പിച്ച് ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിന്റെ കരുണ അത് വളരെ ആഴമുള്ളതാണ്. ഈശോ കുരിശിൽ കടന്നുകൊണ്ട് നല്ല കള്ളനോട് പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 43-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ ആയിരിക്കും. ഒരു നിമിഷം കർത്താവിന്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിച്ച ആ നല്ല കള്ളനെ ഈശോ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആ നിത്യവിശ്രമത്തിലേക്ക് പറുദീസായിലേക്ക് അവന് കടന്നു വരാൻ ഈശോ അനുവാദം കൊടുക്കുകയാണ്, അവസരം കൊടുക്കുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇതിപ്പോ ഇങ്ങനെ കർത്താവിന്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാനോ നന്നായി കുമ്പസാരിച്ചൊരുങ്ങി പ്രസാദവരത്തില് കൃപാവരത്തില് മരിക്കാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. അവരെ കുറിച്ച് ഓർത്ത് അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ ഒരുപാട് ദുഃഖിതരുമാണ്. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്, ഈ ഭൗമിക സഭയിലായിരിക്കുന്ന നമ്മൾ, ഈ സമരസഭയിലായിരിക്കുന്ന നമ്മൾ തീർച്ചയായിട്ടും മരിച്ചവരെ നമ്മൾ മറക്കുകയില്ല. നമ്മൾ അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ അവർക്കുള്ള ആശ്വാസം. നമ്മുടെ പ്രാർത്ഥനകളും ത്യാഗങ്ങളും ഇപ്രകാരം മരിച്ചുപോയിട്ടുള്ളവർക്ക് വേണ്ടി നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവം അത് സ്വീകരിച്ച് ഈ ആത്മാക്കൾക്ക് കരുണയോടുകൂടെ അവിടുത്തെ നിത്യതയില് നിത്യവിശ്രമം നൽകും. അവിടുത്തെ തിരുമുഖം ദർശിക്കാനും അവിടുത്തെ സ്നേഹത്തിന്റെ ആഴവും പ്രകാശത്തിന്റെ ആ നാട്ടിലേക്ക് കർത്താവ് അവരെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ആ കൃപ ദൈവം കൊടുക്കും എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. കർത്താവിന്റെ കരുണ ആഴമുള്ളതാണ്. ഈ ഭൂമിയിലായിരിക്കുന്ന നമുക്ക്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോയിട്ടുള്ളവര്, പ്രത്യേകിച്ചും ഒരുങ്ങാൻ കഴിയാതെ അപ്രതീക്ഷിതമായ പല രീതിയിൽ നമുക്കറിയാം. ഇന്ന് കോവിഡ് കാലഘട്ടം, ഈ വാക്സിനേഷൻ കഴിഞ്ഞപ്പോൾ
യുവജനങ്ങൾ പോലും പലരും അപ്രതീക്ഷിതമായിട്ട് മരണപ്പെട്ടു പോവുകയാണ്. ഹൃദയാഘാതം വന്ന് മരിക്കുന്നു, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അപകടത്തിലൂടെയോ ഒക്കെ മരിക്കാനായിട്ട് ഇടയുണ്ട്. നമ്മൾ ഒന്നാമത് ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും ഒരുക്കത്തോടുകൂടി ആയിരിക്കുക. ജീവിച്ചിരിക്കുന്നവരായി നമുക്കുള്ള ഒരു സന്ദേശം കൂടിയാണ്. നമ്മൾ ഓരോരുത്തരും ഒരുക്കമുള്ളവരായിരിക്കണം. കർത്താവിന്റെ ആ വരവിന് വേണ്ടിയിട്ട് കള്ളൻ കടന്നു വരുന്നത് പോലെയാണ് കർത്താവിന്റെ വരവ് എന്ന് വചനം നമ്മളെ ഓർപ്പിക്കുമ്പോൾ ഒരുക്കമുള്ളവരായിരുന്നു കൊണ്ട് കർത്താവിന്റെ ആ പറുദീസായിലേക്ക് കടന്നു ചെല്ലാൻ തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തണം. ജാഗ്രതയോടുകൂടെ ഇരിക്കുക, അഭിഷേകത്തിൽ നമ്മളായിരിക്കുക, കുദാശ ജീവിതം നയിക്കുക. ഇങ്ങനെയൊക്കെ ഈശോയോട് ഐക്യപ്പെട്ട് നമ്മൾ ജീവിക്കുകയും നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമ്മൾ അനുദപിച്ച് പ്രായശ്ചിത്തം ചെയ്ത് പരിഹാരം ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നിത്യതയിലേക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകാൻ അത് തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി മരിച്ചു പോയിട്ടുള്ളവർക്ക് വേണ്ടി ഈ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇപ്രകാരം മരിച്ചു പോയിട്ടുള്ളവരുണ്ട്, അവരെ നമ്മൾ മറക്കരുത്. കർത്താവിന്റെ കരുണയ്ക്കായി ഈ ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. വിശുദ്ധ ജത്രൂദ് വഴി കർത്താവ് നൽകിയ ആ മനോഹരമായ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. നിത്യപിതാവേ, അങ്ങയുടെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുരക്തം ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ഒത്തുചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തെ സകല ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങളിലും തലമുറയിലുമുള്ള എല്ലാ ആത്മാക്കളുടെയും മോചനത്തിനു വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ.